Hi all, welcome to Competitive Cracker. I am Karen. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് മാനേജ്മെൻറ്റിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ടോപ്പിക്കിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആൻസറും അതിൻ്റെ ആ ഒരു ഡിസ്കഷനുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്റ്റഡി ഓഫ് ദി കൾച്ചർ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ഈസ്. അപ്പം ഒരു ഡിഫറെൻറ്റ് സൊസൈറ്റീൻ്റെ കൾച്ചറും പ്രാക്ടീസസിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് പേഴ്സണാലിറ്റി, ആന്ത്രോപോളജി, സി പെർസെപ്ഷൻ, ഡി ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 4 ഓപ്ഷനും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഒരു സെയിം കോൺസെപ്റ്റ്, സെയിം മീനിങ് വരുന്നത് അതൊരു ഇൻഡിവിജ്വലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നും ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആണെന്നും അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ദി ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആന്ത്രോപോളജി. സോ ആന്ത്രോപോളജി എന്താണ്? ആന്ത്രോപോളജിക്കകത്ത് നമ്മളുടെ സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഹ്യൂമൻ നോളജിനെ കുറിച്ചും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെക്കുറിച്ചും കൾച്ചർ, സൊസൈറ്റി ഇങ്ങനെ വൈഡ് ടോപ്പിക്സ് എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 4 ടൈപ്സ് ആണ് മെയിനായിട്ടും ഈ ഒരു ആന്ത്രോപോളജിയിൽ വരുന്നത്. ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്നൊക്കെ പറഞ്ഞ് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആന്ത്രോപോളജി തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കൾച്ചറിനെയും സൊസൈറ്റീനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റഡിയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഡസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ കണ്ടന്റിനകത്ത് എന്താണ് വരാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഡർഷിപ്പ്, ജോബ് ഡിസൈൻ, പെർസെപ്ഷൻ, ടെക്നോളജി. ഇതിലെ ആദ്യത്തേത് എടുക്കാം. ലീഡർഷിപ്പ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് മാനേജ്മെൻറ്റ് കീഴിൽ വരുന്നതാണെന്നും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഭാഗമാണെന്നും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഡർഷിപ്പ് തിയറീസ് പോലത്തെ ടോപ്പിക്സും കണ്ടന്റും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ജോബ് ഡിസൈൻ എന്ന് പറയുന്നതും ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ജോബ് ഡിസൈന്, എൻലാർജ്മെൻറ്റ്, എൻറിച്ച്മെൻറ്റ് അതെല്ലാം തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ സ്കോപ്പിൽ വരുന്ന ടോപ്പിക്കാണ്. ദെൻ പെർസെപ്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓഫ് ദി എംപ്ലോയീസ് പേഴ്സണാലിറ്റി സ്റ്റഡീസിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? ഒരു ഓപ്ഷൻ മാത്രമേ പെൻഡിങ് ഉള്ളൂ, ദാറ്റ് ഈസ് ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് നമ്മൾ കാണുന്നതാണ് ടെക്നോളജി. അത് ആ എലമെൻറ്റ് ആസ് ഇറ്റ് ഈസ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ സ്കോപ്പിൽ വരുന്ന പോയിന്റ് അല്ല. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെക്നോളജി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ദി ചലഞ്ചസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആർ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വേരിയസ് ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്തെ റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗ്ലോബലൈസേഷൻ, സെക്കൻഡ് ഓപ്ഷൻ എംപ്ലോയി എക്സ്പെക്ടേഷൻ, തേർഡ് ഓപ്ഷൻ പറയുന്നത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഇസ് ഓൾ ഓഫ് ദിസ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓരോന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ കാരണമാണ് ബിസിനസ്സിൻ്റെ എല്ലാം ഇൻ്റഗ്രേഷൻ സംഭവിച്ചിരിക്കുന്നത്. ദി ഹോൾ വേൾഡിനെ ഒരു സിംഗിൾ ഓർഗനൈസേഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സോ അത് പോസസ് വൺ ഓഫ് ദി ചലഞ്ച് ഫോർ ദി ഓർഗനൈസേഷൻ ബിഹേവിയർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എംപ്ലോയി എക്സ്പെക്ടേഷൻ ആണ്. എംപ്ലോയിൻ്റെ എക്സ്പെക്ടേഷനും അതനുസരിച്ച് വൈഡൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ചലഞ്ച് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ 2 എണ്ണം വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ഡിയിലേക്ക് നമ്മളുടെ ആൻസർ തീർച്ചയായിട്ടും വരും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആണ്. അതായത് ഇൻ്റർനാഷണൽ ലേബറും ആ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സും ഒക്കെ കാരണം തന്നെ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരു ഫേമിൽ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഓർഗനൈസേഷണൽ കൾച്ചർ, ഓർഗനൈസേഷണൽ ബിഹേവിയർ പോലത്തെ ടോപ്പിക്സിലെല്ലാം തന്നെ നമുക്ക് എന്ത് വരും, ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഒരു ചലഞ്ചായിട്ട് മനസ്സിലാക്കാം. സോ നമ്മളുടെ ആൻസർ പറയുമ്പോൾ അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദി ലെവൻസ് മോഡൽ ഫോർ ഇൻട്രൊഡ്യൂസിങ് എ പെർമനൻറ്റ് ചേഞ്ച് the employees are educated about
ദി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് ചേഞ്ച് ഇമ്പെറേറ്റീവ്. അപ്പം ഇവിടെ ആദ്യമേ ആ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിക്കുന്നത് ലെവിൻസ് മോഡലിനെ കുറിച്ചാണ്. ലെവിൻസിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത് അപ്പം നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരണം. ലെവിൻസിൻ്റെ മോഡലാണ് ലെവിൻസ് ചേഞ്ച് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ആ ചേഞ്ച് മോഡലിൻ്റെ അകത്ത് ഫോർ ഇൻട്രൊഡ്യൂസിങ് പെർമനൻറ്റ് ചേഞ്ച്, അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു അഡീഷനോ ഇൻട്രൊഡക്ഷനോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ the employees are educated about the external and internal factors that make the change imperative. എംപ്ലോയീസിനോട് ഈ ഒരു ചേഞ്ചിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചേഞ്ചിൻ്റെ നീഡിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ചേഞ്ച്, അൺഫ്രീസ്, റീഫ്രീസ് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻക്രിമെൻ്റൽ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ലെവിൻസിൻ്റെ ചേഞ്ച് മോഡൽ വരണം. ലെവിൻസിൻ്റെ ചേഞ്ച് മോഡലിലാക്കൂടെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? അൺഫ്രീസ്, ചേഞ്ച് ആൻഡ് റീഫ്രീസ്. ഈ 3 എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഐഡിയ കിട്ടുമ്പോൾ തന്നെ വി ക്യാൻ കട്ട് ഓഫ് ദി ലാസ്റ്റ് ഓപ്ഷൻ. ഇൻക്രിമെൻ്റൽ സ്റ്റേജ് അതിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും ഇതിലേത് സ്റ്റേജിലാണ് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ചേഞ്ച് സംഭവിച്ചു, സോ അതിൻ്റെ എഫക്ട്സ് ഇന്നതൊക്കെ ആയിരിക്കും എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നോട്ട് അനലൈസിങ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ചേഞ്ച് സ്റ്റേജ്. അപ്പം നമ്മളുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ചേഞ്ച് എന്നുള്ളതാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ലെവിൻസിൻ്റെ ചേഞ്ച് മോഡലിൽ നമ്മൾക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ തന്നെ അറിയാം, അത് മെയിനായിട്ടും ഒരു പുതിയ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ തോട്ടോ ഐഡിയയോ നമ്മുടെ ഫേമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഹൗ ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് ഇൻ എ ഫേം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺഫ്രീസ്. ആദ്യം തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സംഗതികളെ അൺഫ്രീസ് ചെയ്യുക. ഒരു ഐസാണ് നമ്മളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ടത്, അത് അൺഫ്രീസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തെ എലമെൻ്റ് എല്ലാം കമ്പോണൻസ് ഒക്കെ മാറ്റി അതിനെ ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ഫൈനലി പുതിയ അഡീഷൻ കൊണ്ട്, പുതിയ ചേഞ്ച് കൊണ്ട് നമ്മൾ ന്യൂ സെറ്റ് ഓഫ് ഐസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂ സെറ്റ് ഓഫ് ഐഡിയ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഫേം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. സോ അൺഫ്രീസിനകത്ത് ജസ്റ്റ് നടക്കുന്നത് ചേഞ്ച് എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നു, എന്താണ് മാറേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ ആ ഒരു ഓൾ ബിഹേവിയേഴ്സിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും മാറ്റേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, പിന്നെ മാനേജ്മെൻ്റ് ഒരു സപ്പോർട്ട്, അങ്ങനത്തെ ഒരു ബേസിക് ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റേജാണ് അൺഫ്രീസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ചേഞ്ച് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ചേഞ്ചിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഹിയർ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദി ഓൾ ദി എംപ്ലോയീസ് റിഗാർഡിംഗ് ദാറ്റ് ചേഞ്ച് എലമെൻറ്റ്. ലാസ്റ്റ് സ്റ്റേജിൽ ആ പുതിയ ഫോം അല്ലെങ്കിൽ ആ റീഇൻഫോഴ്സ് ചെയ്ത ഐഡിയയോ ഈവൻറ്റോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് റീഫ്രീസ് എന്ന് പറയുന്ന എലമെൻറ്റിൽ കമ്പോണൻറ്റിൻ്റെ അകത്ത് വരുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇവിടെയാണ്. ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ചേഞ്ച് സംഭവിക്കുന്നത് അൺഫ്രീസ് സ്റ്റേജിലാണ്, ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് റീഫ്രീസ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതുപോലെ ലെവിൻസ് മോഡൽ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോഡൽസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Srimati Sheila Thomas is a manager of a company and she discusses problems with the subordinates and seeks their suggestions before making a decision. Her leadership style can be referred to as. So, ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഷീല തോമസ് ഒരു മാനേജർ ഓഫ് ദ കമ്പനി ആണെന്നാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഷീ ഡിസ്കസസ് പ്രോബ്ലംസ് വിത്ത് സബോർഡിനേറ്റ്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് സീക്സ് ദ സജഷൻസ് ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അവരുടെ സജഷനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് വരുന്നതെന്നുള്ള ഡയറക്റ്റീവ്, ഡെലിഗേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ്, സപ്പോർട്ട്, ഈ 4 ഓപ്ഷനുണ്ട്. അപ്പം ഡയറക്റ്റീവ് എന്താണെന്നുള്ളത്, ഡെലിഗേറ്റീവ് എന്താണ്, പാർട്ടിസിപ്പേറ്റീവ് എന്താണ്, സപ്പോർട്ടീവ് എന്താണ്, ഇങ്ങനെ ഓരോ സ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ ഡയറക്റ്റീവ് അറിയാം, അങ്ങോട്ട് പറയത്തേ ഉള്ളൂ, 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഡെലിഗേഷനകത്ത് അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യാണ് മെയിനായിട്ട് വരുന്നത്, അല്ലാതെ അവരിൽ നിന്നും നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന ഒരു സ്റ്റൈലല്ല ഡെലിഗേറ്റീവിൽ വരുന്നത്. ഇനി സപ്പോർട്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്റർ, സപ്പോർട്ട് നേച്ചർ, ലേസേ ഫെയർ സ്റ്റൈൽ പോലത്താണ് സപ്പോർട്ടീവ് സ്റ്റൈൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ
ആൻസർ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റീവിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ആ ഒരു ലീഡർ വിൽ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ സബോർഡിനേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ തീരുമാനങ്ങളെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഓഫ് ദി സബോർഡിനേറ്റ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. സോ ആൻസർ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. ഇനി ഇത് ഏത് തിയറിയെ ബേസ് ചെയ്തിട്ടാണെന്ന് നോക്കിയാൽ പാത്ത് ഗോൾ മോഡൽ, റോബർട്ട് ഹൗസിൻ്റെ പാത്ത് ഗോൾ തിയറി ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ 4 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഡയറക്റ്റീവ്, പാർട്ടിസിപ്പേറ്റീവ്, അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ്, സപ്പോർട്ടീവ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് അറിയാം. ഇനിയും ഈ ഒരു പാത്ത് ഗോൾ തിയറിക്കകത്ത് തന്നെ 4 പ്രിൻസിപ്പിൾ ഉണ്ടെന്നും കൂടെ അഡീഷണൽ ആയിട്ട് ഓർത്ത് വെക്കുക. ഒന്ന്, ഗോൾസ് ക്ലാരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. 2, ഒബ്സ്റ്റക്കിൾസ് റിമൂവിങ്. ദെൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ടൈലറിങ് ദി ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് മെയിനായിട്ടും ഈ ഒരു പാത്ത് ഗോൾ തിയറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ആൻസറിൻ്റെ കൂടെ വരുന്ന അഡീഷണൽ ഇൻഫർമേഷനും കൂടെ നോട്ട് ചെയ്ത് വെച്ച് വേണം പോകാൻ. അപ്പോൾ ഒന്ന് മാത്രം പഠിച്ചു ഇങ്ങനെ ടിക്കറ്റ് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്വസ്റ്റിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ ആൻസറുകളെ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മെസോ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ബി group behavior, C organizational behavior, D none of this. Okay, question meso organizational behavior ആണ്. അപ്പോൾ മെസോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺസിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറയാം. ലെവൽസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, 3 ലെവൽസ് ആണ് നമുക്ക് മെയിനായിട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ വരുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മൈക്രോ ലെവലാണ്. മൈക്രോ ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. സോ മൈക്രോ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയർ. രണ്ടാമത്തെ ലെവലാണ് മെസോ ലെവൽ എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. മെസോ ലെവൽ ഈസ് റിലേറ്റഡ് വിത്ത് ദി ഗ്രൂപ്പ് ബിഹേവിയർ. അപ്പോൾ ആ question answer it is group behavior. Meso level related with group behavior. തേർഡ് ലെവലാണ് മാക്രോ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ, ഒരു സമ്മേഷൻ, അഗ്രിഗേറ്റ് എലമെൻ്റ് ആണ് മാക്രോ ലെവലിൽ വരുന്നത്. സോ മാക്രോ ലെവലിലെ ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. അപ്പോൾ ഇങ്ങനെ 3 ലെവൽസ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിനുള്ളത്: മൈക്രോ, മെസോ, മാക്രോ. ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഓരോ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അകത്തും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മെയിൻ പ്രൊപ്പൗണ്ടർ ഓഫ് ദറ്റ് കോൺസെപ്റ്റ് കാണും. അതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൻ്റെ അകത്തെ ആളായിരുന്നു എൽട്ടൺ മായോ എന്ന് പറയുന്നത്. സോ എൽട്ടൺ മായോയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്നുണ്ട്, ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് കാര്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. So Hawthorne experiment question idana. The Hawthorne experiments were the first systematic attempt to undertake the scientific research into the workplace. So the series of experiments involved in development of the Hawthorne studies are Hawthorne experiment ന്റെ include ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പാവ്ലോവ് എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് വൺ ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, തേർഡ് വൺ റിലേ അസംബ്ലി റൂം എക്സ്പെരിമെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്. ഇതിലേതൊക്കെയാണുള്ളതെന്ന് നോക്കാം. സോ ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് എൽട്ടൺ മായോടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് പറയാം ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ ഒരു പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി റിസൾട്ട് ചെയ്യുന്ന റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് പല എലമെൻസിനെ, ഇപ്പോൾ ലൈറ്റ് പോലത്തെ എലമെൻസിനെ ഒക്കെ തന്നെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു ഈ ഒരു എക്സ്പെരിമെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി റൂം എക്സ്പെരിമെൻറ്റ്, ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ്, ഇത് മൂന്നും ഹോത്തോൺ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമാണ്. പാവ്ലോവ് എക്സ്പെരിമെൻറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 2, 3 and 4. ഇപ്പോൾ ഹോത്തോൺ എക്സ്പെരിമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഇലുമിനേഷന്, റിലേ അസംബ്ലി റൂം, ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ. 3 എണ്ണമല്ല, മൊത്തത്തിൽ 4 എക്സ്പെരിമെൻ്റ് ആണ് ഈ ഒരു ഹോത്തോൺ എക്സ്പെരിമെൻറ്റിൽ വരുന്നത്. ഇതിലെ ഇലുമിനേഷനും റിലേയും ബാങ്ക് വയറിങ്ങും നമ്മളിപ്പോൾ പറഞ്ഞു. കൂടാതെ ഉള്ളത് മാസ് ഇൻ്റർവ്യൂവിംഗ് പ്രോഗ്രാമാണ്. ഓക്കെ,
ഇങ്ങനെ 4 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റ്സിൻ്റെ അകത്ത് എന്താണ് സ്റ്റഡി ചെയ്തത്, എന്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mr. Lal എന്ന് പറയുന്നത് is a corporate manager who prefers a rule-regulated, orderly and unambiguous activities. He is dull and a stubborn person but is very efficient in work-related activities and is practical in his approach. What type is Mr. Lal's personality? പേഴ്സണാലിറ്റിയുടെ ഒരു തിയറീസ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റാണിത്. ഇപ്പോൾ റിയലിസ്റ്റിക് ആണോ, കൺവെൻഷണൽ ആണോ, ആർട്ടിസ്റ്റിക് ആണോ, എൻ്റർപ്രൈസിങ് ആണോ എന്നുള്ള. അപ്പം ഇതിൻ്റെ ആൻസർ ഇപ്പം ഇതിലിപ്പോൾ നോക്കുക, ഫുൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേസമയം വർക്ക് റിലേറ്റഡ് കാര്യങ്ങളും ആക്ടിവിറ്റീസും പ്രാക്ടീസിലും എല്ലാം തന്നെ ഹീസ് എഫിഷ്യൻറ്റ്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റിയെ കാണാൻ വേണ്ടി പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് കൺവെൻഷണൽ നേച്ചർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നോക്കാം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതായത് പേഴ്സണാലിറ്റിയെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജോൺ ഹോളൻസിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ജോൺ ഹോളൻസിൻ്റെ 6 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെ അറിയപ്പെടുന്നത് റിയാസെക് എന്നാണ്. ഓക്കെ, റിയാസെക് എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എൻ്റർപ്രൈസിങ് ആൻഡ് കൺവെൻഷണൽ, ഇങ്ങനെ പറഞ്ഞ 6 പേഴ്സണാലിറ്റീസ് നമുക്കുണ്ട്. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ഡൂവേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അവരെപ്പോഴും വെരി ആക്റ്റീവ് ഇൻ ദ വർക്ക് ആയിരിക്കും. ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും തിങ്കിങ്, റൈറ്റിംഗ് സ്കില്ലൊക്കെ കൂടുതലായിട്ടുള്ളത് ഈ ഒരു തിങ്കേഴ്സിന് വരും. എക്സ്പെരിമെൻ്റൽ, സയൻറ്റിഫിക് നേച്ചറിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് വരുന്നത്. ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ റൈറ്റിംഗ്, ആർട്ടിസ്റ്റിക് ഫീൽഡിൽ വരുന്ന ഒക്കെയാണ് ആർട്ടിസ്റ്റിക്കിൻ്റെ അകത്ത് വരുന്നത്. സോഷ്യൽ എന്ന് പറയുമ്പം ദേ ആർ വെരി സോഷ്യൽ ടു പീപ്പിൾ, ബാക്കിയുള്ളവരോടെല്ലാം ഇടപെടും, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നേച്ചർ. എൻ്റർപ്രൈസിങ് എന്ന് പറയുമ്പോൾ പേഴ്സ്വേഡേഴ്സ് ആണ്, അതായത് ബാക്കി ഇപ്പോൾ മാനേജേഴ്സ്, സിഇഒസ് അവരുടെയൊക്കെ ഒരു റോളാണ് എൻ്റർപ്രൈസിങ് എന്ന് പറയുന്നത്. കൺവെൻഷണൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ ജോലി വൃത്തിക്ക് ചെയ്യും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നോ അവർ നോക്കുകയോ ഇടപെടുകയോ ഒന്നും ചെയ്യാത്ത ഒരു അൺസോഷ്യൽ നേച്ചർ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നാൽ ദേ ആർ വെൽ ഓർഗനൈസേഴ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ റിയാസെക് ഈസ് ജോൺ ഹോളൻസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. ഇതുപോലത്തെ അഡീഷണൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സും മനസ്സിലാക്കുക. അടുത്തത് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിഹേവിയേഴ്സ് ആൻഡ് ബിലീഫ്സ് ഡസ് നോട്ട് ക്യാരക്ടറൈസ് കളക്ടിവിസം? കളക്ടിവിസത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റിലേഷൻസ് ആർ മോറൽ നോട്ട് കോൺട്രാക്ച്വൽ. Relations take precedence over the task. Individual opinions are independent of collective opinions. Maintaining harmony is highly valued. അപ്പോൾ ഇതിലെ കളക്ടിവിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്ന് പറയുന്നത് ഇതെല്ലാം കളക്ടിവിസത്തിൽ വരുന്നതാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അതിൻ്റെ പ്രിസീഡൻസിൻ്റെ കാര്യം, ഹാർമണിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കളക്ടിവിസം. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സി ആണ്. ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കളക്റ്റീവ് ഒപ്പീനിയൻ. ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ അതിന് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ബിൽഡിംഗ് പ്രോസസ്സിനെയാണ്. അപ്പോൾ ഗ്രൂപ്പ് ബിൽഡിംഗ് പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യുന്ന ഓരോ സ്റ്റേജിലെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അലക്ഷിതാവസ്ഥ, അതിനുശേഷം നമുക്കുണ്ടാകുന്ന ഒരു അപ്സെറ്റ്, ഡിപ്രഷൻ പോലത്തെ സ്റ്റേജസ് ഉണ്ട്. പിന്നീട് നമ്മൾക്ക് എന്താ സംഭവിക്കുന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സപ്പോസ് നമ്മൾ ഈ തിയറി പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്തോർക്കണം, നമ്മളൊരു ഗ്രൂപ്പിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൗ ഡു വി ബിഹേവ്, അതിനെ ബേസ് ചെയ്തിട്ടും നമുക്കിതെന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈസിയാണ്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത് ABCDE, ഈ ഒരു റൈറ്റ് ഓർഡറിൽ തന്നെയാണ്. ആദ്യം വി വിൽ ബി വെരി ആൻഷ്യസ് ആൻഡ് ഈഗർ, പിന്നീട് അപ്സെറ്റ് ആൻഡ് ഡിപ്രസ്, നമ്മൾ വിചാരിച്ചെടുത്ത് ചെല്ലാൻ പറ്റില്ല എന്നുള്ളൊരിത്, ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, വി ഫീൽ ലൈക്ക് വി ആർ പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം ഇൻവോൾവ് ചെയ്യും. ഫൈനലി വി വിൽ ബി ഹാപ്പി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇത് ബ്രൂസ് ടക്മാൻ്റെ 5 stages ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ആ 5 stages ആണ് ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് ജേർണിങ്. ഈ സ്റ്റേജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Honeywell Inc. moved from a hierarchical management structure to a more flattened team-based structure as a good description of ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
കുറേ കൂടെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ടീം ബേസ്ഡ് സ്ട്രക്ചറിലോട്ട് ഫേം മാറുവാണ്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് അസേർഷൻ തന്നിരിക്കുന്നത് persons with high self-esteem are less susceptible to influence, more confident of achieving goals and more efficient in social networking. Reason: persons with high self-esteem tend to report fewer negative emotion than persons with low self-esteem. അപ്പോൾ ഹയർ സെൽഫ് എസ്റ്റീം ഉള്ളവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് ലെസ് ഇൻഫ്ലുവൻസ്, അത്രയും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നും അവർ കൂടുതൽ കോൺഫിഡൻ്റ് ആണ്, സോഷ്യൽ നെറ്റ്വർക്കിൽ മിടുക്കരാണ്. അതിനുള്ള കാര്യം നെഗറ്റീവ് ഇമോഷൻസിനെക്കാട്ടിലും ദേ ആർ മോർ ടുവേർഡ്സ് പോസിറ്റീവ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് നേച്ചറാണ് അതിൻ്റെ കാര്യം എന്നാണ്. സോ ദറ്റ് ഈസ് വെരി ക്ലിയർ. ഇപ്പോൾ നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ എന്താണ്? എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ഇങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല ടൈപ്പ്, ഇതുപോലെ മാത്സ് ദ ഫോളോയിങ് ചോദിക്കാം നമുക്ക് നെറ്റ് എക്സാമിന്. അസേർഷൻ റീസണിങ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ്, പിന്നെ ഓരോ ടോപ്പിക്സിനെയും മേ ബി ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്യാത്ത കണ്ടൻറ്റും എലമെൻസും ഒക്കെ കോൺസെപ്റ്റും തിയറീസും ഒക്കെ തന്നെ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സ്മാർട്ടായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും എക്സ്പേർട്സും എല്ലാം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ച് കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് ഇനി ചേർന്നിട്ട് എന്താ കാര്യം, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. കുറച്ച് ദിവസം കൊണ്ടും ഈ ഒരു നെറ്റ് അവസാന നിമിഷം നെറ്റ് പഠിച്ച് പാസ്സാവുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ അകത്ത് നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരും. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോക്കസ് ഏരിയ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെ കൂടുതൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആക്കുകയും ചെയ്യും. സോ ഈ ചാൻസ് മിസ് ചെയ്യരുത്. എത്രയും നേരത്തെ പാസ്സാവുന്നു അത്രയും ബെനിഫിറ്റ് നമുക്കുണ്ടാവും. അതുകൊണ്ട് ചാൻസ് എടുക്കാതെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, എന്നിട്ട് സക്സസ് ഉറപ്പാക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വി ആർ ദർ ഫോർ യു. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.